Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, prayer start ചെയ്തോളൂ കേട്ടോ prayer. Okay, Miss. Dear God, thank you for this new day. Please guide us, our thoughts, words, and action, and help us spread kindness and love. Give us strength for the challenges ahead, and keep us mindful of your blessing. Thank you, Miss. Thank you all. Okay, signing ആരാണ്? Signing. Good afternoon, ma'am. Good afternoon, everyone. I am very happy for speaking signing today. Every day we wake up with a new hopes and new motivations. Maria Montessori, she gave us 4 hours for a great opportunity. So hold this opportunity and go forward. Now we are starting learns our Ashwati Mom's class. Wishing you all a very useful class today. Let me invite our Ashwati ma'am and also inviting all my friends. Thank you. Okay. Then thought of the day ആരാണ്? ഞാൻ പറയാം മിസ്റ്റർ. Past is the waste paper, present is newspaper, future is question paper. So read and write carefully, otherwise your life will be a tissue paper. Kalam sir. ഓക്കെ, അപ്പൊ ഇന്ന് എക്സാം ആണല്ലേ? അതെ. എല്ലാം വായിച്ചു കഴിഞ്ഞോ? എല്ലാം നല്ല ടീച്ചർ വായിച്ചു, പക്ഷെ എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ അറിയില്ല. ആ ഒരു രീതിയിൽ എനിക്ക് എന്താന്ന് അറിയത്തില്ല, ഒരു ചെറിയൊരു ടെൻഷനും കാര്യവും. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. വളരെ കൂൾ ആയിട്ടിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് പരമാവധി അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റർ എടുക്കുന്നില്ല, പകരം റിവിഷൻ തരാം. ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു എന്റെ എടുത്തു കഴിഞ്ഞത്? ഹെൽത്ത് കെയർ ഉണ്ട്. ഹെൽത്ത് കെയർ ഉണ്ട് അല്ലെ? ഹെൽത്ത് കെയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട്, നീഡ്സ് ഉണ്ട്, ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അത്രയാണോ? മോഡേൺ എന്താണ്? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അല്ലേ? ഹെൽത്ത് എന്നാൽ എന്താണ്? ഹെൽത്ത് സുരേഷ് ഒന്ന് പറഞ്ഞേ. ഹെൽത്ത് എന്താണ്? ഹെൽത്ത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക കേട്ടോ എല്ലാവരും. Freedom from disease and illness. ഓക്കെ. Then contents of physical fitness. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാ? ഓരോ പോയിന്റുകളായിട്ട് പറയാം കേട്ടോ. എക്സ്പ്ലനേഷൻ വേണ്ട, പോയിന്റ്സ് ജസ്റ്റ് പറയാ, ഒരാൾ പറയാ. എന്തൊക്കെയാ? അതായത് സ്ട്രെങ്ത് ഉണ്ട്, എൻഡ്യൂറൻസ് ഉണ്ട്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സ്പീഡ് ഉണ്ട്, എജിലിറ്റി ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട് അല്ലെ? ഓക്കെ. Then ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, കോസ്മെറ്റിക് ഫിറ്റ്നസ് ഉണ്ട് അല്ലെ?
എന്താണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നേ? കോസ്മെറ്റിക് ഫിറ്റ്നസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിയാണ്, ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അത്രയും മാത്രമേ പറയാനുള്ളൂ. ദെൻ അടുത്തത് ഹെൽത്ത് കെയർ ആണ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അതുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ഒന്ന് പറയാമോ? എനർജി സപ്ലൈസ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റും പ്രോട്ടീൻ. ഓക്കെ, എന്തൊക്കെയാണ്? അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, വീറ്റ്, മെയ്സ്, സ്റ്റാർച്ചി വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ, ഇതൊക്കെ എന്താണ് എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലെ? ഇനി ബോഡി ബിൽഡേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ബോഡി ബിൽഡേഴ്സ് meat, fish, milk, and fat products. ഡ്രൈഡ് ബീൻസ്, പീസ്, നട്ട്, cereals അല്ലെ? ഓക്കെ, അതൊക്കെ ബോഡി ബിൽഡേഴ്സ് ആണ് അല്ലെ? ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്തൊക്കെയാ? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, ഗ്രീൻ ലീഫി ഉണ്ട്, ഫിഷ്, മിൽക്ക്. മിൽക്ക്, എഗ്. ഓക്കെ ഓക്കെ, രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അല്ല, പ്രോട്ടീൻ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ പ്രോട്ടീൻ? 2 ടൈപ്സ്. ആനിമൽ പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. ആനിമൽ പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻസ് എന്തൊക്കെയാണ്? പ്രോട്ടീന്റെ ആവശ്യകത എന്തൊക്കെയാ നോക്കിയേ നിങ്ങൾ. അവിടെ ഒരു 4 പോയിന്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഒന്ന് വായിച്ചേ അളക്കം ഒന്ന് വായിച്ചേ. പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ. ഒരു മിനിറ്റ് മിസ്, കേൾക്കുന്നില്ലല്ലോ. മിസ് വായിക്കാം. Proteins are required for the growth and development of cells, the renewal of repetition, the formation of enzymes, hormones, etc., the production of energy in the body. So, ഓക്കെ, ഇനി ഫാറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ഫാറ്റുകള്? സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അല്ലേ? അടുത്തത് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്താണ്? ഒരാളൊന്ന് പറഞ്ഞേ, മാൽന്യൂട്രീഷൻ. സഫിഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ. Malnutrition, please answer me. when the body does not get nutrients caused by not having enough to eat, not eating enough of right thing. Okay. Malnutrition is the condition that occurs when the body does not get sufficient nutrients. Okay, അത്രയും മതി കേട്ടോ. Then അടുത്തത് അത്രയല്ലേ ഉള്ളൂ. മൗസ് വർക്ക് ചെയ്യുന്നില്ല, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? 2 ചാപ്റ്ററില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ ആണ്. വൈറ്റമിൻസ് ഇല്ലേ, ഫാറ്റ് സോലുബിളും വാട്ടർ, അത് ഇമ്പോർട്ടന്റ് ആണോ? വൈറ്റമിൻസ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ നോക്കി വെക്കേട്ടോ, നോക്കി വെച്ചോളൂ കേട്ടോ വൈറ്റമിൻസ്.
Then Unit 7 Health Diphtheria, pertussis and tetanus. ഒരാളൊന്ന് വായിക്കാമോ? Diphtheria, pertussis and tetanus. Shubha Jishnu, read ചെയ്യാമോ? Shubha. Diphtheria, pertussis, and tetanus. Immunization against these three diseases is given in one connected shot, the DTP shot. The first is given when the baby is 6 weeks old, followed by the second at 10 weeks and a third at 14 weeks. At 18 months and again 4.5 years, a booster DTP shot is given. Between the age of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. Okay. അപ്പോ ഡിഫ്തീരിയ അതായത് DPT ഷോട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്? അതായത് 6 ബേബിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ, പിന്നീട് 10 ആഴ്ച, പിന്നീട് 14 ആഴ്ച, അങ്ങനെ ഒറ്റ ഇതായിട്ടാണ്, അല്ലെങ്കിൽ ആ 3 ഇടവേളകൾ എടുത്തിട്ടാണ് കുഞ്ഞിന്റെ DPTയുടെ ഷോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മറ്റൊരു പേരെന്താണ് പോളിയോ മൈലറ്റിസിന്റെ? ബ്രാക്കറ്റിൽ നോക്കിയാൽ നിങ്ങൾ എന്താണെന്ന്? പോളിയോ മൈലറ്റിസ് പാരാലിസിസ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ മീസിൽസിന്റെ അവിടെ നോക്കുക. MMRന്റെ ഫുൾ ഫോം എന്താണ്? MMR മീസൽസ്, മംസ്, റുബല്ല. ഓക്കെ. റുബല്ലയെ പറയുന്ന മറ്റൊരു പേര്, റുബല്ല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ജർമ്മൻ മീസിൽസ്. ഓക്കെ. ഈ ടേബിൾ ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? എന്നിട്ട് ഓരോന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. റീഡ് ചെയ്യുന്ന ആള് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിൾ ആരാ വായിക്കുക? ഞാൻ വായിക്കാം മാം. സുരേഷ് വായിച്ചു. A regular immunization schedule needs to be followed since the time of birth of the child till the stage mentioned in the schedule. When before birth to give given to the സൗണ്ട് mother. കേൾക്കുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. Okay, no ma'am. Before birth to given to the mother. What? Tetanus. Why? Protect against tetanus. അത് മദർ ജനനത്തിന് ഒരു മിനിറ്റ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? മിനു പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ജനനത്തിന് മുമ്പ് അത് എന്താന്ന് വെച്ചാൽ ടെറ്റനസ് ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്, ടെറ്റനസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, ബർത്തിന് ശേഷം BCG, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർക്കോളിസിസ്, TB, TBന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഏജ് 6 weeks, DPT പോളിയോ ഡ്രോപ്സ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർസ്യൂസിസ് ആൻഡ് ടെറ്റനസ്. DPT പോളിയോ ഡ്രോപ്സ് തരുന്നത് നമുക്ക് പോളിയോന്ന്, ഡിഫ്തീരിയെന്ന്, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് എന്നിവയിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി. ഏജ് 6 weeks onwards, 3 doses, month 6 month 6 ആഴ്ച കൂടുമ്പോൾ 3 ഡോസ് ഹെപ്പറ്റൈറ്റിസ് B ആണ് തരുന്നത്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0-1, ജോണ്ടിസിൽ നിന്ന് സംരക്ഷണത്തിന്. ഏജ് 10 weeks, സെക്കൻഡ് ഡോസ് DTP പോളിയോ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. DTP പോളിയോ വാക്സിൻ, അത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ ആൻഡ് ഡിഫ്തീരിയ. കില്ലർ ഡിസീസ് എന്നും ഉണ്ട് ഡിഫ്തീരിയയുടെ ഒരു അനദർ നെയിമായിട്ട് വരുന്നത്. അതിൽ നിന്ന് സംരക്ഷണത്തിനാണ് നമുക്ക് DPTയും പോളിയോയും തരുന്നത്. ഏജ് 14 weeks, തേർഡ് ഡോസ് DPT പോളിയോ ആസ് നോട്ടഡ് എബവ്, മുകളിലത്തെ പോലെ തന്നെ. ഏജ് 9 months, മീസിൽസിനുള്ള ഇഞ്ചക്ഷനാണ് അത്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്. ഏജ് 15 to 18 months, MMR,
protect against measles, mumps and rubella. റുബല്ലയ്ക്കും മംസിനും കേൾക്കുന്നില്ലല്ലോ. കേൾക്കാല്ലേ മാം? കേൾക്കുന്നുണ്ട് മിസ്സേ. കേൾക്കുന്നില്ലേ മാം? ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ സുരേഷ് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ഏജ് 15 to 18 months, അത് MMR ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. റുബല്ലയിൽ നിന്നും മീസിൽസിൽ നിന്നും മംസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് തരുന്നത് MMR വാക്സിൻ ആണ്. ഏജ് 18 months, DPT പോളിയോ ഡ്രോപ്സ്, അത് ബൂസ്റ്റർ ഡോസ് ആണ്. 18 monthsൽ വരുന്നത് ബൂസ്റ്റർ ഡോസ് ആണ് നമുക്ക്. ആഫ്റ്റർ 24 months, ടൈഫോയിഡ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടൈഫോയിഡ്. ടൈഫോയിഡിന് സംരക്ഷണം തരാനാണ് ആഫ്റ്റർ 24 monthsൽ, അതായത് ജനിച്ച് 24 മാസമാകുമ്പോൾ നമുക്ക് ടൈഫോയിഡിനുള്ള വാക്സിനേഷൻ തരുന്നതാണ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ആ ടേബിള് നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ടേബിള് ഓക്കെ അല്ലേ? നോക്കി വെക്കുക കേട്ടോ ടേബിള്. അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഈസ് ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് ചെക്കപ്പും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് റാണി ഷാജി ഒന്ന് വായിക്കാമോ? ഹെൽത്ത് ചെക്കപ്പ്. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, record of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള, ഞാൻ എല്ലാവരും പറഞ്ഞതാണ് അല്ലെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര വയസ്സ് കഴിയുമ്പോഴാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില എക്സാമിനേഷൻസ് നടത്താറുണ്ട് അല്ലെ. അതായത് കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നോക്കാം, അതുപോലെ തന്നെ ബോഡി സ്ട്രക്ചർ നോക്കാം, പൾസ് റെക്കോർഡ് ചെയ്യാം, അതുപോലെ ടെമ്പറേച്ചർ മെഷർമെന്റ് നോക്കാം, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, നെക്ക്, ഐസ്, ഇയർ, നോസ്, ത്രോട്ട്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽ, വിഷൻ, ഹിയറിംഗ്, മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ്സ് ഓഫ് ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ സേഫ്റ്റി ആണ്.
സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി ഒന്ന് പറഞ്ഞേ. റിവിഷൻ ആണിത്, അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഉത്തരം പറയുക എന്നുള്ളത് കേട്ടോ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ? മെഡിസിൻസ്, കെമിക്കൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് എത്താത്തിടത്ത് വെക്കുക. ഫസ്റ്റ് എയ്ഡ് സൂക്ഷിക്കുക, മെഡിസിൻസ് സൂക്ഷിക്കുക, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഷാർപ്പായിട്ടുള്ളത്, ഗ്ലാസ്സുകളൊക്കെ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ. സേഫ്റ്റിയുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മെഡിസിൻസ് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യുക, അതുപോലെ കെമിക്കൽസും മറ്റു ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസും കുട്ടികളുടെ കയ്യെത്തുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ വെക്കാനായിട്ട് പാടില്ല. ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവിടെ ക്ലീൻ ചെയ്യുക. തറയിലൊക്കെ എണ്ണയോ അതുപോലെ തന്നെ വെള്ളമൊക്കെ വീഴുവാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് കളയേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള ഗെയിംസുകൾ, അതുപോലെ തീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുക. ഓക്കെ. ദെൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം, അതായത് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്തുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അല്ലെ. അതായത് നമുക്ക് അത് വിസിബിൾ ആണ്, കാണാനായിട്ട് സാധിക്കും. ഇപ്പോ നമ്മളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു ഡയറ്റ്, ഒരു എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് നാൾ, അതായത് ഒരു മാസമൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അയാളുടെ ഫേസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അയാളുടെ ബോഡിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, വളരെയധികം അലേർട്ട് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കുഞ്ഞിന് കൊടുക്കുന്നതെങ്കിൽ അത് അവന്റെ ബോഡിയിൽ പ്രത്യക്ഷമാവുന്നതാണ്. ഓക്കെ. കുഞ്ഞ് കൂടുതൽ അലേർട്ട് ആയിട്ടായിരിക്കും ഇരിക്കുക, അതുപോലെ ആക്റ്റീവ് ആയിട്ടായിരിക്കും, ക്യൂരിയസ് ഒക്കെ ആയിട്ടായിരിക്കും കുഞ്ഞ് ഇരിക്കുന്നത് കേട്ടോ. ന്യൂട്രീഷ്യസ് വെൽ നൂറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ആണെങ്കിൽ. ഓക്കെ. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയറ്ററി റിക്വയർമെന്റ്സിൽ പറയുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി കുഞ്ഞത് കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് പലതരത്തിലുള്ള, ഇപ്പോ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ മിൽക്ക് ഒക്കെ കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡുകൾ അലോ ചെയ്യരുത്. അതായത് ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങളൊന്നും കുട്ടികളെ ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ സ്പൈസ് കൂടുതലായിട്ടുള്ളവ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ദോഷകരമായിട്ടുള്ള ചില മസാലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടുതലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നല്ല രീതിയിൽ എന്ത് കൊടുക്കാൻ, കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ. പിന്നെ വീട്ടിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മതിയായ അളവിൽ ചില ഇടവിട്ടുള്ള നേരങ്ങളിൽ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. പിന്നെ കുഞ്ഞ് അസുഖബാധിതനായിട്ടുള്ള സമയത്ത് ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് പാടില്ല. പക്ഷെ കുഞ്ഞിനെ വീട്ടിൽ നമ്മൾ പട്ടിണി കിടത്താനും പാടുള്ളത്. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ ആണ് അല്ലേ? ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആദ്യം തന്നെ നോക്കുക. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അതർ അനിമൽസ്. അതായത് മറ്റു മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അത് ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവാണ്, അല്ലെ? അപ്പൊ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവന് കേൾക്കുന്ന അതല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് അവന്റെ നിലവിളിയിൽ നിന്നാണ്. ട്രൈങ്ങോട് കൂടിയിട്ടാണ് അവൻ ഭൂമിയിൽ വന്ന് പിറന്നു വീഴുന്നത്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ കൂയിങ് ഉണ്ട്. കൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ തൊണ്ടയിൽ നിന്ന് ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഞെരുക്കങ്ങള്, മൂളലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കൂയിങ് സൗണ്ട്. ദെൻ ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വായിൽ നിന്ന് മുതിരി വരികയും അതോടൊപ്പം തന്നെ അവൻ ചില വേർഡ്സുകൾ പറയുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ബാബ്ലിംഗ് സൗണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവന്റെ ഫസ്റ്റ് മീനിങ് വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ പ്രൈമറി കെയർടേക്കറിനെ കുറിച്ച് അവൻ പറയുന്ന വേർഡുകളായിട്ടുള്ള മാ എന്നും പാ എന്നും പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. പിന്നീട് അവന്റെ വളരുന്ന സ്റ്റേജ് അനുസരിച്ച് അവൻ ഓരോ സെന്റൻസുകളും പറയാനായിട്ട് ആരംഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങള് ലേണിംഗ് എനി ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ 4 സ്കില്ലുകളാണ് വേണ്ടത്. ഏതൊക്കെ സ്കില്ലാണ് അത് നിങ്ങളൊന്ന് പറഞ്ഞേ. ലാംഗ്വേജ് Reading, writing, speaking, listening. അത് തന്നെ. എന്താണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കില്ലുകൾ ഉണ്ടെങ്കിലാണ് ഒരു ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ വൊക്കാബുലറി എത്രയാണ്? എത്ര വേർഡ്സ് ആണ് 3 വയസ്സുള്ള കുഞ്ഞിന്റെ? 900 വേർഡ്സ്, അല്ലേ? എന്നാൽ അത് 6 വയസ്സാകുമ്പോ എത്രയും മാറുന്നു? 6 വയസ്സാകുമ്പോൾ 12,000 to 14,000 വേർഡ്സ്, അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ ലിസ്ണിംഗ്, അതുപോലെ സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്, അല്ലെ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനീസ് വിസ്പർ, സൈമൺ സേസ് പോലുള്ള ഗെയിംസ് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റോറീസ് കേൾപ്പിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കാം. മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവരുടെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഒന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എനിവൺ? രാജേശ്വരി ആരാണ് വായിക്കുന്നത്? പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞ ആള് പറഞ്ഞോളൂ. Okay, teacher. The general arrangement of language development is as follows. At birth, language is partially absent. Birth സമയത്ത് partially absent. Then speaking skill പ്രാക്ടിക്കലി ആബ്സെന്റ്. വെറുതെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇല്ല കുഞ്ഞിന്. ആ കരച്ചില് മാത്രമേ ഉള്ളൂ. ആ ജനന സമയത്ത് ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. At about 4 weeks, small throat sounds are noticed. 4 വീക്ക് ആകുമ്പോഴത്തേക്കും ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കി തുടങ്ങും. The starting point in language development is the child's smile and cooling at the age of 16 weeks. 16 weeks ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ചിരിക്കാനും റെസ്പോണ്ട് ചെയ്യാനൊക്കെ തുടങ്ങും. Around 28 weeks, the babbling stage begins. അതായത് ബാബാ സൗണ്ട് അല്ലേ? അതെ അതെ, ബാബ്ലിംഗ് സൗണ്ട്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. Around 40 weeks, the baby imitates sound made by adults and take these sounds into his own system. Now the baby says one word. 40 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുകയും അവര് കുഞ്ഞു കുഞ്ഞു വേർഡുകൾ പറയാൻ ശ്രമിക്കും, അല്ലേ ടീച്ചർ? അതെ അതെ. Around 52 weeks, the baby says 2 or more words.
52 വീക്സ് ആകുമ്പോഴത്തേക്കും 2-3 വേർഡുകൾ പറഞ്ഞു കൊടുക്കും. അറൌണ്ട് 18 months the baby combines words to form basic sentence pattern. 18 months ഒക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ സെന്റൻസുകളായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങും. Around 24 months the baby use simple phrase and understand simple direction. 24 മാസം, അതായത് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അതെന്താണ് ടീച്ചർ സിമ്പിൾ ഡയറക്ഷൻ? സിമ്പിൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പല പല ഡയറക്ഷൻ, അതായത് ഫോർവേഡ്, അപ്വേർഡ്, അങ്ങനെ പല 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 ഡയറക്ഷൻസ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. Around 36 months the child vocabulary enormously increases. Now he tags in sentence and answer simple question. 36 മാസം ആകുമ്പോഴത്തേക്കും അവർ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങും. സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ആൻസർ നൽകും. Around 4 years the child use conjunction and understands proportions. അതെന്താ ടീച്ചർ? അതായത് ചില കൺജക്ഷൻസ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. കൺജക്ഷൻസ് എന്താണ്, പ്രപ്പോസിഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ 5 വയസ്സാകുമ്പോൾ ഒരു ആരുടെയും സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങാനായിട്ട് ആരംഭിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത് കേട്ടോ. ആ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ബിഗിൻ സ്റ്റേജ് തുടങ്ങി ലാസ്റ്റ്, അതായത് കുഞ്ഞിന്റെ വളരുന്ന ഏജിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്രൂവ്മെന്റ് വരുന്നതെന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റും ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ക്ലിയർ ആണോ? റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നെക്സ്റ്റ് വൺ നീഡ്സ് ആണ് കേട്ടോ. എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? കിട്ടി. യൂണിറ്റ് 8 നീഡ്സ് ആണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് അതിനകത്ത് എല്ലാരും എന്താ പറയാ, അത്യാവശ്യം ഒരു വലിയൊരു ലെങ്ത് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ പരീക്ഷയ്ക്ക് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനോടനുബന്ധിച്ച് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, ഹൈജീൻ. ഓക്കെ, ഇത് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൈജീൻ നോക്കുക, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് നോക്കുക, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് നോക്കുക, ക്ലോത്തിങ് നോക്കുക, ഫുഡ് ആൻഡ് വാട്ടർ നോക്കുക. ടീച്ചറെ, ഞാനൊന്ന് ജസ്റ്റ് കേറിയിട്ടുണ്ട്, എന്താണെന്നറിയാൻ ആകെ ടെൻഷനാണ്, പഠിച്ചൊന്നും ഇല്ല. ടെൻഷൻ ആവണ്ട. ഓക്കെ, ടെൻഷൻ ആവണ്ട. മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് റിവിഷൻ പോലെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സോഷ്യോ ഇമോഷണൽ നീഡ്സ്. സോഷ്യോ ഇമോഷണൽ നീഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത് ഒന്ന് നോക്കിയേ നിങ്ങൾ. ലവ് ആൻഡ് സെക്യൂരിറ്റി വരില്ലേ? ഒരു പോയിന്റ് അല്ലേ ലവ് ആൻഡ് സെക്യൂരിറ്റി? ആണോ അല്ലയോ? അതെ. ഇൻഡിപെൻഡൻസ് വരില്ലേ? ഇൻഡിപെൻഡൻസ് വരും അല്ലേ? ദെൻ സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റും വരുന്നതാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഹയറാർക്കി ഓഫ് നീഡ്സ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആ ഹയറാർക്കി, ആ ടേബിൾ ഒന്ന് നോക്കി വെക്കുക. ഒരു പിക്ചർ ഉണ്ടല്ലോ. Self actualization needs, need to feel competent, need for belongingness. മിസ്സേ, ഇതിന് അറ്റൻഡ് ചെയ്തിട്ടേ നമുക്ക് മാർക്കൊന്നും കിട്ടാതെ പോയാണെങ്കിൽ, ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തേലും തോറ്റു പോകുമോ? ആ ഒരു അങ്ങനെ എന്തേലും ഉണ്ടോ? ദീപ തോറ്റൊന്നും പോവില്ല അങ്ങനെ. എന്നോട് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ഇത് അറിയില്ല കേട്ടോ.
നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും എക്സാം എഴുതുന്ന സമയത്ത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം ഒന്നും പഠിച്ചില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ ഒരാഴ്ച ഇൻസ്പെക്ഷനും ഒക്കെ നടന്നുകൊണ്ട് ആ ഒരു ഇതിലും പറ്റിയില്ല. നേരത്തെ അന്നാ പഠിച്ചതിന്റെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. നോക്കൂ കേട്ടോ. പാർട്ട് 1ലെയും പാർട്ട് 2ലെയും മോക്ക് ടെസ്റ്റുകൾ തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ടീച്ചേഴ്സ്. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും പറ്റിയില്ലെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, സമയത്ത് എഴുതുന്നില്ല എങ്കിൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, പേടിക്കണ്ട കേട്ടോ, വറി ആവണ്ട, ടെൻഷൻ ആവണ്ട, നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് ടേബിളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഡിഫൻസ് മെക്കാനിസം ആണ്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു പഠിച്ചതിൽ വെച്ചിട്ട് കുറച്ചും കൂടി പ്രശ്നമായിട്ടുള്ള ചാപ്റ്റർ ആണോ ഇത്? ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഡിഫൻസ് മെക്കാനിസത്തിന്റെ മറ്റു പേരുകൾ മെന്റൽ മെക്കാനിസം, മെന്റൽ മെക്കാനിസം എന്നൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിന് പേരുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട് അല്ലെ? അപ്പൊ ഒന്ന് പറഞ്ഞ ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി. എന്താണ് കോമ്പൻസേഷൻ? മലയാളം എക്സ്പ്ലനേഷൻ. കോമ്പൻസേഷൻ എന്താണ്? അളക. എന്താണ് കോമ്പൻസേഷൻ മോളെ? ഒരു കാര്യത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊന്നില് വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ അല്ലെ? ഒരാളൊന്ന് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഈ ഒരു ഡിഫൻസ് മെക്കാനിസങ്ങളെല്ലാം തന്നെ ഒന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ചെയ്യാം. ശുഭ ചെയ്യൂ അല്ലെ? ഓക്കെ, എല്ലാരും ചെയ്യണം കേട്ടോ. ഇൻട്രൊഡക്ഷനും കൂടി ഒന്ന് പറയൂ. എന്താണ് ഡിഫൻസ് മെക്കാനിസം? അതും കൂടി ഒന്ന് പറയണേ. ഡിഫൻസ് മെക്കാനിസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾക്ക് സ്വയം ആശ്വസിക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കും. അത് നമ്മളെ സ്വയം ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പഴി ചേരുവോ, അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സമാധാനം കണ്ടെത്തുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. 12 തരത്തിലുണ്ട്. കോമ്പൻസേഷൻ, അത് അളവ് പറഞ്ഞല്ലോ. ഒരു പ്രശ്നം ഒരെണ്ണത്തിൽ പരാജയപ്പെട്ടാൽ അതിന് പകരം വേറെന്തെങ്കിലും വിജയം കണ്ടെത്തുന്നതാണ് കോമ്പൻസേഷൻ. എക്സാമിന് തോറ്റുപോയ ഒരാള് സ്പോർട്സിലൊക്കെ വിജയിക്കുന്നത്. പിന്നെ റാഷണലൈസേഷൻ, നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുകയോ നമ്മുടെ കുറ്റം കൊണ്ടല്ല, ഒരു തെറ്റായ ന്യായീകരണങ്ങൾ നടത്തി നമ്മുടെ മനസ്സിനെ സ്വയം നമ്മൾ ആശ്വസിപ്പിക്കും. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ളത്. അതാണ് റാഷണലൈസേഷൻ. അത് എക്സാമിന് പഠിക്കാതെ തോറ്റുപോയാലും ക്വസ്റ്റ്യൻ പേപ്പർ പാടായതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയെന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന, നമുക്ക് ഒരു പരാജയം സംഭവിച്ചാൽ അത് നമ്മുടെ കുറ്റമല്ല വേറൊരാളുടേതാണെന്ന് പറഞ്ഞ് വേറൊരാളിലേക്ക് പഴി ചാരും. എക്സാമിന് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്ത് സക്സസ് ആകുമ്പോൾ അതിലൊരു സന്തോഷം കണ്ടെത്തും. അവരുടെ വിജയം നമ്മുടെ വിജയം കൂടെ ആണല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നതാണ്. എക്സാമ്പിൾ ക്രിക്കറ്റ് കളിയൊക്കെ, ഇതിന്റെ ഒരു ടീമിന്റെ വിജയം നമ്മുടെയും കൂടെ വിജയമാണെന്ന് വിചാരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹം മാറ്റി വെക്കുകയോ അല്ല വേണ്ടെന്ന് വെക്കുകയോ ആ ആഗ്രഹം നടക്കാതെ പോകുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നമ്മള് വിധിയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് സമാധാനിക്കും. പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ പറ്റി ഒന്നിന്റെ ഒരു കുറവ് പരിഹരിക്കാൻ മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത്. ഒന്നിലൊരു കുറവ് സംഭവിച്ചാൽ വേറൊരു മാർഗത്തിലൂടെ അത് നമ്മൾ ആ കുറവ് നികത്തും. ഇപ്പൊ എക്സാമ്പിൾ, ഓഫീസിൽ ഒരു സുപ്പീരിയർ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് തിരിച്ചു പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി നിന്ന് ദേഷ്യപ്പെട്ട് നമ്മുടെ ആ ദേഷ്യം അങ്ങ് തീർക്കും. പിന്നെ റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിയുടെ ഫാദറായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 2 തരത്തിലുള്ള മനസ്സുണ്ടെന്ന്, ബോധ മനസ്സും ഉപബോധ മനസ്സും. അപ്പം നമ്മുടെ ബോധ മനസ്സിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ അപബോധ മനസ്സിലേക്ക്
കുഴിച്ചുമൂടി നമ്മുടെ ബോധ മനസ്സിനെ നമ്മൾ സമാധാനിപ്പിക്കും. പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കുഴിച്ചുമൂടി സന്തോഷിക്കാൻ ശ്രമിക്കുന്നതാണ് റിപ്രഷൻ. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുന്നേ കിട്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കിട്ടാതിരിക്കുമ്പം വീണ്ടും അത് കിട്ടാൻ വേണ്ടി ആ പഴയ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാം, അയാൾ മൂത്ത കുട്ടിക്ക് കിട്ടിയിരുന്ന പരിഗണനയൊക്കെ കിട്ടാതിരിക്കുമ്പോൾ വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പഴയ ഏജിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതാണ് റിഗ്രഷൻ. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാല് എന്ത് കാര്യം പറഞ്ഞാലും അതിനെ ഒരു നെഗറ്റീവ് പറയുന്ന ആളുകൾ അങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്കൊരു മനസ്സിന് സമാധാനവും സന്തോഷവും അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്താലും എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറ്റം പറഞ്ഞ് സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ് നെഗറ്റീവ്സ് ഉള്ളത്. പിന്നെ സിമ്പതിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് വേറൊരാളോട് പറഞ്ഞ് അയാളിൽ നിന്നൊരു സിമ്പതി പറ്റി അങ്ങനെ എന്തെങ്കിലും സിമ്പതി ആയിട്ട് എന്തെങ്കിലും പാരിതോഷികങ്ങളോ സാമ്പത്തികമോ അങ്ങനെയൊക്കെ സിമ്പതിയുടെ പേരിൽ ലൈഫിലേക്ക് സ്വീകരിക്കുന്നതാണ് സിമ്പതിസം. വിത്ഡ്രോവൽ എന്ന് പറഞ്ഞാല് ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിഡ്രോ ചെയ്ത് നിൽക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ അവരെ കാണാൻ പോവോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മരണം കാണാൻ പോവോ, അങ്ങനെ ഉള്ളതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കും. അങ്ങനെയുള്ളത് കണ്ടാല് പേടി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് വിത്ഡ്രോവൽ. പിന്നെ ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. മനസ്സിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഈ ഡേ ഡ്രീം ചെയ്ത് ഇങ്ങനെ നമ്മൾ അങ്ങനെ ആയിത്തീരുന്നതും, ഒരു ജോലിയൊക്കെ ആണെങ്കിൽ ആ ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുന്നതായിട്ടൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഇമാജിൻ ചെയ്ത് കാണുന്നതാണ് ഡേ ഡ്രീം ഓർ ഫാന്റസി. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ സാധിച്ചില്ലേ? നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലേ? എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞ ആരെങ്കിലും. ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്റർ ഇൻഡിവിജ്വൽ. ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കണേ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എന്തൊക്കെയാണ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരുന്നത്? ഒന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഡി പോയിന്റ് വരെ ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? രാജേശ്വരി രാജേന്ദ്രൻ, ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. രാജേശ്വരി, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോക്കി വെക്കണേ. പുറത്തെവിടെയെങ്കിലും ആണോ? കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. Individual vary in height, weight, cost of മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ വേറെ ആളോട് പറയാം. ലിജി ഷെൽട്ടൺ. ലിജി, വായിക്കാം മിസ്സേ, ഞാൻ വായിക്കാം. റാണി വായിച്ചോളൂ കേട്ടോ. Areas of individual human beings are found different from each other and among themselves in the following dimensions. Difference in physical traits. Individuals
vary in height, weight, color of skin, color of eyes and hair, size of hands and size of mouth and nose, facial expression, mannerism of speech and walk, hairstyle, etc. ഫിസിക്കൽ ട്രേറ്റ്സിലുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ. ഹൈറ്റിലുള്ള വ്യത്യാസം, വെയിറ്റ്, സ്കിൻ കളറ്, അതുപോലെ കളർ ഓഫ് ഐ ആൻഡ് ഹെയർ, അതുപോലെ സൈസ് ഓഫ് ഹാൻഡ്സ്, മൗത്ത്, നോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, മാനറിസം, സ്പീച്ച് ആൻഡ് വർക്ക്, ഹെയർ സ്റ്റൈൽ ഒക്കെ ഫിസിക്കൽ ട്രേറ്റ്സ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി മെന്റൽ ഡിഫറൻസ് വായിച്ചോളൂ റാണി. People differ in intellectual abilities and capacities such as reasoning and thinking power, imagination, creative expression, concentration, etc. People differ in their normal intelligence on the basis of their IQ difference. They are normally classified as idiot, Mr. ഒന്ന് പറഞ്ഞു. Idiot, imbecile, moron, order, line, very superior and genius. IQ വെച്ചിട്ട് ഓരോരുത്തരെയും തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ അത്. ഓക്കെ, അതായത് ആളുകൾക്ക് ഞാൻ പറയട്ടെ, ആളുകൾക്ക് മെന്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് പലതരത്തിലാണ്. അതായത് ആളുകളുടെ തിങ്കിങ് പവർ വ്യത്യാസമാണ്, ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ വ്യത്യാസമാണ്. പിന്നെ IQ ലെവൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം റാണി, ഞാൻ പറഞ്ഞോളാം കേട്ടോ. then അടുത്തത് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി ആണ്. നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. ഇൻഡിവിജ്വൽ, അതായത് മോട്ടോർ എബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ റിയാക്ഷൻ ടൈം, അതുപോലെ നമ്മുടെ സ്റ്റെഡിനെസ്, പിന്നെ നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്, നമ്മുടെ റെസിസ്റ്റൻസ്, ആ ഒരു ടയർഡ്നെസ്സിനോടുള്ള ഒരു റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് മോട്ടോർ എബിലിറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. പീപ്പിൾ വേരി ഇൻ ദെയർ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. സം ഷോ ഇൻട്രസ്റ്റ് ഇൻ മീറ്റിംഗ് പീപ്പിൾ, ഫങ്ഷൻസ് ആൻഡ് ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. Others feel happy in loneliness and avoid social meetings. The same way, people are found to have different attitude. Some have a mechanical aptitude, scholastic, musical or artistic aptitude. അതായത് ചില വ്യക്തികളുടെ ഇൻട്രസ്റ്റിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് ഇഷ്ടം, എന്നാൽ ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ തമ്മിൽ മാറ്റങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. then difference in attitude, അതായത് അതായത് ഓരോരുത്തരുടെയും ബിലീഫിൽ, അവരുടെ ഓപ്ഷനിൽ, അവരുടെ ഐഡിയയിലൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ എന്താ പറയാ, അവരുടെ ചിന്താരീതികളും മറ്റൊക്കെ ഒരാളിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ എന്ത് ചെയ്യാറുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ് കേട്ടോ. then ഇമോഷണൽ ഡിഫറൻസസ്, അതായത് ചില ആളുകൾക്ക് ഇമോഷൻസിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആളുകളായിരിക്കുള്ളൂ, ചില ആളുകൾക്ക് ബന്ധങ്ങളെ കൂടുതൽ ഇഷ്ടമായിരിക്കുള്ളൂ. എന്നാൽ ചില ആളുകൾക്ക് ബന്ധങ്ങളോട് തീരെ ഇഷ്ടക്കുറവുകൾ ഉണ്ടാവും. അതായത് ആളുകളിൽ നിന്നൊക്കെ അകന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നൊക്കെ അകന്നിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിൽ അവരുടെ ഇമോഷൻ, അവർക്ക് വരുന്ന ഇമോഷൻസിലും എന്തുണ്ടാവാറുണ്ട്, ഡിഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഭാഗം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത്രയും വായിച്ചത് അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ എടുത്ത ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എല്ലാവരുടെയും മോക്ക് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നോ? മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടിയോ? കിട്ടി. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അധികം ടെൻഷൻ അടിക്കരുത്, വാരി വലിച്ചൊന്നും വായിക്കാനായിട്ട് നോക്കരുത്. അപ്പൊ ഒക്കെ കൂടി കുളമാകും അല്ലെ. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ ആ പരീക്ഷ ദിവസം നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്, എല്ലാവരും കൂടി എടുത്ത് മിക്സ് ചെയ്ത് വായിക്കാന്നുള്ളത്. അപ്പൊ നമുക്കൊന്നും തന്നെ ഓർമ്മയിൽ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ കൂട്ടത്തില്? ചെയ്യുന്നവരുണ്ടോ? ഇല്ല, ചെയ്യുന്നവരുണ്ട്. എല്ലാരും കൂടി വായിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ പരമാവധി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മര്യാദക്ക് എന്താ പറയാ നേരാവണ്ണം എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് 5 മിനിറ്റ് ഒക്കെ ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാമിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കട്ടെ. എന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. വെള്ളം ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാൻ എല്ലാവരും എക്സാമിന്റെ ഇതിലാണ് ഇരിക്കുന്നത്, എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫ്രൈഡേ കാണാം കേട്ടോ. ടെൻഷനൊന്നും ആവരുത്. നന്നായിട്ട് എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു.